ഹലോ ഗൈസ്, അന്ന് ഞാൻ പറഞ്ഞ ഏർലി മോർണിംഗ് സൺഡേൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ എൻ്റെ റിസൾട്ട് അറിയിക്കാൻ വന്നതാണ്. ഞാൻ മാത്രമല്ല അന്ന് പറയാത്ത ഞാൻ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മൈൻഡിൽ കയറിയ കുറച്ച് വരച്ചുണ്ട്. അതിലെൻ്റെ ഒരു ഫേവറേറ്റ് തിങ് ഉണ്ട്, അത് ഞാൻ ലാസ്റ്റ് കാണിച്ചിടാം. എനിക്കിന്ന് കുറച്ച് ഞാൻ ആദ്യം എൻ്റെ റൂമിൽ കുറച്ച് വരച്ചിട്ടുണ്ട് പണ്ട്, അത് കാണിക്കണം. അത് കാണിച്ചിട്ട് ഞാൻ ഇന്ന് ഇല്യൂഷൻ ഡ്രോയിങ് വരച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കാണിച്ചിട്ട് ഞാൻ അവസാനം എൻ്റെ ഫേവറേറ്റ് സാധനം കാണിക്കുന്നതായിരിക്കും. അത് നല്ല രസമായി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഇപ്പം അന്ന് ഞാൻ പറഞ്ഞത് കാണിച്ചതാണ്. ഇതായിരുന്നു ഞാൻ അന്ന് പറഞ്ഞത്. കുറച്ച് റൂൾസും ഞാൻ എഴുതിയിട്ടുണ്ട്, മനസ്സിലല്ലേ. പിന്നെ ഇതാ എക്സ്ട്രാ വൺ സദ്യ, പിന്നെ ഇങ്ങനൊരു ക്യാപ്പൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ഫേവറേറ്റ് പാർട്ട് അത് ഞാൻ ലാസ്റ്റ് കാണിച്ചതാണ്. ഇനി നമുക്ക് നേരെ പണ്ട് ഞാൻ വരച്ച ചിത്രത്തിൽ പോകാം. ഞാൻ വെറുതെ വരച്ചൊട്ടിച്ചിട്ടതാണ്. പിന്നെ ഇതൊരു ബേർഡുണ്ട് ഇവിടെ, ഒരു നേച്ചർ പോലത്തെ ഒരു സംഭവമുണ്ട്. മതിലായതുകൊണ്ട് പേപ്പറിൽ വരച്ച അത്ര ഭംഗി ഉണ്ടായില്ല. ഇനി ഇല്യൂഷൻ, രണ്ടാമത്തെ ഇല്യൂഷൻ. അത് ആ പേപ്പറിൽ ഞാൻ വരച്ചിട്ടേ ഉള്ളൂ, അത് അവിടെ നിന്ന് എടുക്കണം. അതവിടെ നിന്ന് എടുത്ത് ഞാൻ ഒട്ടിച്ചില്ല, ഒട്ടിക്കണമെന്നില്ല. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതിൽ കളറൊന്നുമില്ല. നമുക്ക് നോക്കാം. എനിക്ക് തോന്നി ഇതിൽ കളർ ചേർത്താൽ ഇതിൻ്റെ ഭംഗി പോകും, അതുകൊണ്ട് ഞാൻ കളർ ചേർത്തില്ല. എൻ്റെ സെക്കൻഡ്. ഇനി എൻ്റെ ഫേവറേറ്റ് പാർട്ടിലേക്ക് നമുക്ക് പോകാം. ഇവിടെയാണ് ഞാൻ വരച്ചത്. നല്ല രസമല്ലേ, ഒരു പേസ്റ്റൽ കളേഴ്സ് ആയിട്ടുള്ള ഫ്ലവർ. ഇവിടെ കണ്ട ഒരു കുഞ്ഞി ഫ്ലവർ. പിന്നെ എല്ലാ ഫ്ലവേഴ്സിനും ഞാൻ നടുവിൽ പിങ്ക് ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മറ്റേ ഇവിടെ ഫിക്സ് ചെയ്ത സ്ക്രൂവിൻ്റെ ഇതിന് അവിടെ ഇങ്ങനെ ഒരു വെറുതെ ഇങ്ങനെ ബോറായി കിടന്നപ്പോൾ ഇനി ഈ സൈഡിലും ഞാൻ ഇതേപോലെ വരയ്ക്കും. വെറുതെ ബോറായി കിടന്നപ്പോൾ എനിക്ക് ഇഷ്ടമായില്ല, അപ്പോൾ ഞാൻ അവിടെയും പൂ വരച്ചു. ഇവിടെയും അതേപോലെ വരയ്ക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.